Good evening to all. Welcome to iGENHut. Today we are going to see past simple tense. We use the past simple tense to talk about a finished action. നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നത്. അതൊരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്തും നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. പാസ്റ്റ് സിമ്പിൾ is used for an action completely finished. For example, I went to Mysore yesterday. I am spending my holidays in Ooty. Last year I went to Goa. We packed our suitcases last night. They bought a new car yesterday. നമ്മൾ ഈ കണ്ട എല്ലാ സെൻറ്റൻസുകളും ഓൾറെഡി ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത സെൻറ്റൻസുകളാണ്. അതിനാൽ തന്നെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. We use the past simple to express feelings. For example, it was 8 o'clock. I knew I was late. She felt very happy after reading the news. The vegetable tasted fine. ഇതെല്ലാം നമ്മളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന വാക്യങ്ങളായിരുന്നു. അതിനാൽ തന്നെ നമ്മളത് പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു. ഇൻ പാസ്റ്റ് സിമ്പിൾ ടെൻസ് എഗോ മീൻസ് അറ്റ് സം ടൈം ബിഫോർ നൗ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പറയുമ്പോൾ എഗോ എന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് സമയം മുന്നേ അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് മുന്നേ എന്നുള്ളൊരർത്ഥമാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, I lived here 10 years ago. ഇവിടെ ഞാൻ 10 വർഷങ്ങൾക്ക് മുൻപ് താമസിച്ചിരുന്നു. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ ഒപ്പം സെയിം വേർബ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, we invited him to a party. She invited me to her house. I invited my friend for a cinema. നോക്കൂ, വി, ഷീ, ഐ എന്നിവയുടെ ഒപ്പമെല്ലാം ഇൻവൈറ്റഡ് എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഓഫ് ആം ഓർ ഇസ് വാസ് ആൻഡ് ഓഫ് ആർ ഇസ് വെയർ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ആം ഇസ് എന്ന് പറയുന്നതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആറിന് പകരം നമ്മൾ വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഐ വാസ് ആംഗ്രി ബിക്കോസ് ദേ വർ ലേറ്റ്. ഷീ വാസ് അറ്റ് ഹോം. ദ കേക്ക്സ് വർ നൈസ്. നോക്കൂ, ഇവിടെയെല്ലാം നമ്മളിതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാസ് എന്നതിന് പകരം ആം ആണ് യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഐ ആം ആംഗ്രി ബിക്കോസ് ദേ ആർ ലേറ്റ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിനെ. നമ്മളത് പാസ്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി ആമിന് പകരം വാസും ആറിന് പകരം വേറും യൂസ് ചെയ്തിരിക്കുന്നു. വി യൂസ് ഡിഡ് ഇൻ നെഗറ്റീവ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസിനും ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, we did not win the game. Where did you stay? നോക്കുക, we will not be adding ed to the verb in negatives, or we will not be making the verb a past tense in the negative or in the questions. We did not win the game എന്നാ പറഞ്ഞിരിക്കുന്നത്. We did not won the game എന്ന് പറഞ്ഞിട്ടില്ല. Where did you stay എന്നാ ചോദിച്ചിരിക്കുന്നത്. verb stay തന്നെയാണ്. Where did you stayed എന്ന് നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ്സിനും ക്വസ്റ്റ്യൻസിനും നമ്മൾ വേർബ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേർബ് അതുപോലെ തന്നെയാണ് തുടരേണ്ടത്. അതിൻ്റെ കൂടെ ഇടി ചേർക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് പാസ്റ്റ് ടെൻസ് ആക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഷീ ഡിഡ്ന്റ് കുക്ക് ഡിന്നർ. ഷീ ഡിഡ്ന്റ് കുക്ക് ഡിന്നർ. ഷീ ഡിഡ്ന്റ് കുക്ക്ഡ് ഡിന്നർ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഐ ഡിഡ്ന്റ് മീറ്റ് ഹിം. ഐ ഡിഡ്ന്റ് മീറ്റ് ഹിം അതാണ് ശരി. ഐ ഡിഡ്ന്റ് മെറ്റ് ഹിം എന്നത് തെറ്റായ ഒരു ഉപയോഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് iGENHut.